ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം എ വിൻഡോ 15 meters high above the ground in a street, the angles of elevation and depression of the top and foot of another house on the opposite side of the street are 30 degree and 45 degree respectively. Find the height of the opposite house. വരച്ച് നോക്കാം അല്ലേ. ഫ്രം എ വിൻഡോ ഓഫ് 15 meter ഹൈ അല്ലേ. ഒരു ചെറിയൊരു ബിൽഡിംഗ് ആണ്. ഇതാണ് വിൻഡോ. ഇവിടെ ഇതാണ് വിൻഡോ എന്ന് വിചാരിക്കും. ടോപ്പ് പൊസിഷനാണ് വിൻഡോ. ചെറിയൊരു ബിൽഡിംഗ് ആണ്. ഇവിടെ ഇതാണ് വിൻഡോ എന്ന് കരുത്. ഇവിടുന്ന് വാച്ച് ചെയ്യാം. ഇതിൻ്റെ ഹൈറ്റ് 15 ആണെന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. വിൻഡോയിൽ നിന്ന് ഈ ഗ്രൗണ്ട് വരെയുള്ള ഡിസ്റ്റൻസ്. വിൻഡോയിൻ്റെ മുകളിലുള്ള പോർഷൻ ഞാൻ കാണിക്കുന്നില്ല. ഇതാണ് വിൻഡോ, ഈ പൊസിഷൻ. അവിടുന്ന് ഗ്രൗണ്ട് വരെയുള്ള ഡിസ്റ്റൻസ് 15 ആണ് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. ഈ താഴെ കാണിച്ചിരിക്കുന്ന ഗ്രൗണ്ടാണ്. ഇതെന്തെന്നാണ്? ഇത് ഗ്രൗണ്ടാണ്. ഇവിടുന്ന് വാച്ച് ചെയ്യാണ്. ഞാനിവിടെ ഈ വിൻഡോൻ്റെ ഇവിടെ നിന്നിട്ട് വാച്ച് ചെയ്യാണ്. ഈ ബിൽഡിങ്ങിൻ്റെ ഫൂട്ടും ടോപ്പും ഞാൻ വാച്ച് ചെയ്യാണ് ഇവിടെ നിന്നിട്ട്. ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ elevation and depression of the top and foot of another house on the opposite side 30 degree and 45 degree. അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് 30 ഡിഗ്രി ആണ്. ഇതാണ് ഹൊറിസോണ്ടൽ വ്യൂ. ഈ ഡോട്ട് ലൈനില്ലേ, ഈ കാണുന്നതാണ് ഹൊറിസോണ്ടൽ വ്യൂ. ആംഗിൾ ഓഫ് എലിവേഷനും ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്നതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. 30 ഡിഗ്രി എന്നല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. The angle of elevation of the top of the building 30 degree. വായിച്ചു നോക്കിയേ. ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് 30 ഡിഗ്രി. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ ഫൂട്ട് 45 ഡിഗ്രിയാണ്. അതായത് 45 ഡിഗ്രി ഏതാണെന്ന് മനസ്സിലായോ? ഈ ആംഗിൾ 45. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ വ്യൂയിൽ നിന്ന് 45 ഡിഗ്രി താഴേക്ക് നോക്കണം ഫൂട്ട് കാണാൻ. ഇത്രയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ഓപ്പോസിറ്റ് ഹൗസ്. ഈ വലിയ ബിൽഡിംഗ് ഇല്ലേ, ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? പേര് കൊടുക്കുക. എ ബി സി ഡി ഇ. ഇത് വരച്ചു വരുമ്പോൾ മനസ്സിലാവും. ഇത് അറിയാമല്ലോ, ഇത് കണ്ടാൽ അറിയാം ഇതൊരു റെക്റ്റാങ്കിൾ ആണെന്ന്. എ ബി സി ഡി ഒരു റെക്റ്റാങ്കിൾ ആണ്, കണ്ടാൽ തന്നെ അറിയാമല്ലോ. ഇത് 15 ആണെങ്കിൽ സി ഡി 15 ആയിരിക്കണം. ഇത് 15 ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് സി ഡി 15 ആണ്. നമുക്ക് ഡി ഇ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കാണാൻ പറ്റും. ഡി ഇ കിട്ടണം എങ്ങനെയെങ്കിലും. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. ഓരോ ആംഗിളിൻ്റെ ടാൻ എടുത്തേക്കാം. ആദ്യം തന്നെ നമ്മൾ ട്രയാങ്കിൾ എ സി ഡി കൺസിഡർ ചെയ്യാം. ഓരോ ആംഗിളിൻ്റെയും ടാൻ എടുത്താൽ മതി. ആൻസർ ഉറപ്പാണ്. ആദ്യം നമ്മൾ ട്രയാങ്കിൾ എ സി ഡി കൺസിഡർ ചെയ്യുക. ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണുന്നില്ലേ, എ സി ഡി. ടാൻ 45 എടുക്കുക. നമ്മൾ ടാനാണ് പ്രിഫർ ചെയ്യുന്നത് ഹൈറ്റ് കാണാനായിട്ട്. ടാൻ 45യുടെ ഓപ്പോസിറ്റ് സൈഡ് 15 ആണ്. 45 ഡിഗ്രിയുടെ അഡ്ജസ്റ്റൻറ്റ് സൈഡ് എ ഡി ആണ്. അതറിയാത്തത് കൊണ്ട് തൽക്കാലം എ ഡി എന്ന് തന്നെ ഇരിക്കട്ടെ. ടാൻ 45 1 ആണെന്ന് അറിയാലോ. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. എ ഡി ഇൻറ്റു 1, എ ഡി ഈക്വൽ 15 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ കിട്ടിയത് നമ്മൾ അവിടെ തന്നെ എഴുതി വെച്ചേക്കാം അല്ലേ. എ ഡി 15 കിട്ടിയല്ലോ, അത് അവിടെ തന്നെ എഴുതി വെക്കാം. ഇനി വേറൊരു ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ, എ ഡി ഇ. ട്രയാങ്കിൾ എ ഡി ഇ കൺസിഡർ ചെയ്യുക. അവിടെ ഒരു 30 ഡിഗ്രി ഉണ്ടല്ലോ. ടാൻ 30 എടുത്താലോ. 30യുടെ ഓപ്പോസിറ്റ് സൈഡ് ഇ ഡി അല്ലേ നോക്കി. 30യുടെ ഓപ്പോസിറ്റ് സൈഡ് ഇ ഡി ആണ്, അതറിയില്ല. 30യുടെ അഡ്ജസ്റ്റൻറ്റ് സൈഡ് 15 ആണ്, കണ്ടാൽ അറിയാലോ. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇ ഡി കിട്ടില്ലേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. ഇ ഡി ഈക്വൽ 15 ഇൻറ്റു ടാൻ 30. ഇ ഡി ഈക്വൽ 15 ടാൻ 30 ഡിഗ്രി എന്ന് കിട്ടും.
ഇത്രയും ക്ലിയർ ആയല്ലോ. നമ്മളിനി അടുത്ത സ്റ്റെപ്പിൽ 15 ഇൻറ്റു ടാൻ 30 ഡിഗ്രി, ടാൻ 30 ഡിഗ്രി 1/√3 ആണല്ലോ. അപ്പോൾ ഇത് 15/√3 എന്ന് കിട്ടും. ഇ ഡി ആണ് 15/√3. നമുക്കതൊന്ന് റാഷണലൈസ് ചെയ്താലോ. മുകളിലും താഴെ √3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ റൂട്ട് കളയാം. അപ്പോൾ ഇത് 15√3 ഡിവൈഡഡ് ബൈ താഴെ √3 ഇൻറ്റു √3 3 ആണ്. അപ്പോൾ ഇ ഡി നമുക്ക് എന്ത് കിട്ടും? ഇ ഡി 15/3 5 ആണല്ലോ, 5√3 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇ ഡി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈസിയാണ് വേണ്ടത്. ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്, അതായത് ഈസിയാണ് ക്വസ്റ്റ്യൻ. ശരിയല്ലേ? ഈസി. അപ്പോൾ ഇ ഡി എത്ര കിട്ടി? 5√3 എന്നല്ലേ കിട്ടിയത്? അത് അവിടെ ഫിഗറിൽ തന്നെ മാർക്ക് ചെയ്താൽ എളുപ്പമായല്ലോ. ഫിഗർ നോക്കിയേ, വാട്ട് ഈസ് ഈസി? 15 + 5√3 അല്ലേ? 15 + 5√3 വരും. അതായത് 15 + 5 ഇൻറ്റു √3. √3യുടെ വാല്യൂ 1.732. അത് അപ്രോക്സിമേറ്റ് ചെയ്ത് 1.73 എടുത്താലും കുഴപ്പമില്ല. ഇതൊന്ന് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. കാൽക്കുലേഷൻ ഞാനിവിടെ കാണിക്കുന്നില്ല. 15 + 5 ഇൻറ്റു √3 ചെയ്തു വരുമ്പോൾ 23.65 വരും മീറ്റർ. ഇതാണ് ആൻസർ.